നമ്മൾ പലയിടത്തും കേൾക്കുന്ന ഒരു ടേമാണ് ഫോറക്സ് അല്ലേ. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് സ്റ്റോക്ക് മാർക്കറ്റും ഫോറക്സും ഒന്നാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് ഫോറക്സ് എന്താണെന്നും ഫോറക്സ് മാർക്കറ്റിൽ എങ്ങനെയാണ് ആളുകൾ ട്രേഡ് ചെയ്യുന്നതെന്നും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഫോറക്സ് മാർക്കറ്റ്? സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വിവിധ കമ്പനികളുടെ ഷെയർസ് ലോങ് ടേമിലേക്കും ഷോർട്ട് ടേമിലേക്കും പർച്ചേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഓരോ രാജ്യത്തിന്റെയും കറൻസികൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് റേറ്റ്സ് ആണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരാൾ ഇന്ത്യയിൽ നിന്ന് US ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ കയ്യിലുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പീസിലായിരിക്കും. പക്ഷേ ഈ ഒരു ഇന്ത്യൻ റുപ്പി വെച്ചുകൊണ്ട് US ചെന്ന് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ റുപ്പി US കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എക്സ്ചേഞ്ചസ്, ഈ കറൻസി എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ പോകുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിന്റെ കറൻസീസ് പെയർ ചെയ്തുകൊണ്ട് അവരുടെ വില വ്യത്യാസം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്ന ഗ്ലോബലി ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറക്സ് മാർക്കറ്റ്. നെക്സ്റ്റ്, ആരൊക്കെയാണ് ഫോറക്സ് മാർക്കറ്റിലെ ബിഗ് പ്ലേയേഴ്സ്? ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള സെൻട്രൽ ബാങ്ക്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ RBI പോലെ. സോ ഓരോ രാജ്യങ്ങളും അവരുടെ ഫോറിൻ റിസർവിലേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോറക്സ് കറൻസീസ് പർച്ചേസ് ചെയ്യുകയും അത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫോറക്സ് മാർക്കറ്റിലെ മെമ്പേഴ്സ് ആണ്. രണ്ടാമത്തത് പ്രൈവറ്റ് ബാങ്ക്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് സിറ്റി ബാങ്കും JP Morgan പോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് രണ്ടാമത്തെ ബിഗ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഫോറക്സിലെ ബ്രോക്കേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ്. ഇവർ ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുത്തുകൊണ്ടും അത് കൂടാതെ തന്നെ സ്വന്തമായിട്ടും ട്രേഡ് ചെയ്തുകൊണ്ട് ആക്റ്റീവ്ലി മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആണ് കൊമേഴ്ഷ്യൽ കമ്പനീസ്. സോ ഇതൊരു എക്സാമ്പിളിലൂടെ നോക്കുകയാണെങ്കിൽ, ടൊയോട്ട കമ്പനിക്ക് അവരുടെ ടയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റബ്ബർ ആവശ്യമായിട്ടുണ്ട്. സോ റബ്ബർ കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള കറൻസി ആയിട്ടുള്ള ജാപ്പനീസ് യെൻ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പിയിലേക്ക് വേണം. അതിനു വേണ്ടിയിട്ട് അവർ ബാങ്കിൽ പോയതിനു ശേഷം ജാപ്പനീസ് യെൻ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഇതിനുശേഷം ഇവർക്ക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള റബ്ബർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ സാധിക്കും. സോ ഇങ്ങനെയാണ് ബാങ്ക്സും കമ്പനീസും ഒരുപോലെ ഫോറക്സ് മാർക്കറ്റിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റിൽ എല്ലാ കൺട്രീസിന്റെയും കറൻസീസ് ഇമ്പോർട്ടന്റ്ലി ട്രേഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള മാർക്കറ്റാണ്. സോ ബാക്കിയുള്ള അസറ്റ് ക്ലാസസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോയും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡെയിലി ട്രാൻസാക്ഷൻസ്, അതായത് 6.6 ട്രില്യൺ ആണ് ആവറേജ് ഡെയിലി ട്രേഡ് വോളിയം എന്ന് പറയുന്നത് ഫോറക്സ് മാർക്കറ്റിൽ. സോ ഇത്രയും ട്രേഡ് വോളിയം ഹാപ്പൻ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈം സെഷൻസിൽ കിട്ടുന്നതാണ്. ഇത് ഫോറക്സ് മാർക്കറ്റിന്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഫോറക്സിലെ മാർക്കറ്റ് അവേഴ്സ് വരുന്നത് വീക്ക്ലി 5 days 24 hours മാർക്കറ്റ് ഓപ്പൺ ആണ്. സോ ബാക്കിയുള്ള അസറ്റ് ക്ലാസസ് ലൈക്ക് സ്റ്റോക്സ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിന്റെ ഓപ്പണിംഗ് ടൈം വരുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റ്സ്, അതായത് ഹൈ റേഞ്ച് കവർ ചെയ്യുന്ന പ്രൈസ് മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇവിടെ മെയിൻലി വരുന്ന ഇമ്പോർട്ടന്റ് മൂവ്സ് തരുന്ന സെഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 സെഷൻസ് ആണ് നമുക്ക് ഫോറക്സ് മാർക്കറ്റിലുള്ളത്. ഏഷ്യൻ സെഷൻ, ലണ്ടൻ സെഷൻ ആൻഡ് ന്യൂയോർക്ക് സെഷൻ. സോ ഈ ഒരു 3 സെഷൻസിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വോളിയം അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷനും ഓവർലാപ്പ് ചെയ്യുന്ന ടൈമാണ്. സോ ഈ ഒരു ടൈമിൽ കൂടുതലായിട്ടുള്ള വോളിയം മാർക്കറ്റിൽ പ്രസന്റ് ആവുകയും നമുക്ക് നല്ല റേഞ്ചസ് കവർ ചെയ്യുന്ന മൂവ്സ് ക്യാച്ച് ചെയ്യാനും സാധിക്കും. ഇനി ഫോറക്സ് മാർക്കറ്റിന്റെ റെഗുലേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻ ഫോറക്സ് മാർക്കറ്റിനുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള റെഗുലേഷൻ ഉള്ള മാർക്കറ്റാണ്. ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. ഇവിടെ പണ്ട് ബിഗ് ബുൾ ആയിട്ടുള്ള ഹർഷത് മേത്ത നടത്തിയതുപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് സ്കാംസ് തടയാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ്സിന്റെ അണ്ടറിൽ സെബി വർക്ക് ചെയ്യുന്നത്. ഫോറക്സ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്കാംസ് നടക്കുന്നതാണ്. സോ ലീഗലി ഫോറക്സ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന കൺട്രീസിൽ അവരുടെ ഫിനാൻഷ്യൽ ആൻഡ് ടാക്സ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ടായിരിക്കണം നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും സ്കാമുകൾ കാര്യങ്ങൾ നടക്കുന്ന ഒരു അസറ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബ്രോക്കേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ബ്രോക്കർ ഏത് രാജ്യത്താണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്, ആൻഡ് അതോടൊപ്പം അവർക്ക് കിട്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ റെഗുലേഷൻസ് ഏതൊക്കെയാണെന്നും ആൻഡ് ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോൾസിൽ ഉണ്ടാകുന്ന സ്പീഡ് ആൻഡ് ഡിലേ എത്രത്തോളമാണെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ബ്രോക്കേഴ്സിനെ ചൂസ് ചെയ്യേണ്ടത്. സോ ഇത്രയുമാണ് ബേസിക്കലി ഫോറക്സ് മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി ഫോറക്സ് മാർക്കറ്റ് എന്തുകൊണ്ട് ബാക്കിയുള്ള അസറ്റ് ക്ലാസസിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് അവിടെ കിട്ടുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്.
ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ എക്സ്പോഷർ കിട്ടുന്ന ഒരു മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഡെപ്പോസിറ്റിൽ നിങ്ങൾക്ക് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് $10 നമ്മൾ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഹ്യൂജ് പ്രോഫിറ്റ്സ് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് നടക്കുകയില്ല. കൃത്യമായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് അവിടെ നേടിയെടുക്കാൻ പറ്റുക. അതോടൊപ്പം ഈ ഒരു ഫോറക്സ് മാർക്കറ്റിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സ്കിൽ ഉണ്ട് എങ്കിൽ ഫോറിൻ കമ്പനീസ് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യും. ഈ ഒരു കമ്പനീസിന് നമ്മൾ പറയുന്ന പേര് ഫണ്ടിങ് ഫേംസ് അല്ലെങ്കിൽ പ്രോപ്പ് ഫേംസ് എന്നാണ്. ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ടാർഗറ്റ്സ് കാര്യങ്ങൾ നമ്മുടെ ട്രേഡിംഗ് സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽസ് ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സിൽ നമുക്ക് സീക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. മൺഡേ ടു ഫ്രൈഡേ ഫോറക്സ് മാർക്കറ്റ് 24 hours ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. സോ വേൾഡ് വൈഡ് ആയിട്ടുള്ള എല്ലാ കൺട്രീസും ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്ഡ് കൺട്രീസ്, എക്സാമ്പിൾ ആയിട്ട് ന്യൂയോർക്ക്, ലണ്ടൻ പോലെയുള്ള കൺട്രീസിന്റെ ഓപ്പണിംഗ് ടൈമിൽ കൃത്യമായിട്ടുള്ള വോളറ്റൈൽ മാർക്കറ്റ് മൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ മൂവ്മെന്റ്സ് ഓരോ സെഷൻസിലും ഹാപ്പൻ ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ടൈമാണ് ഫോറക്സ് മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇനിയും എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൗട്ട്സ് വരികയാണെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ.